വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങൾ. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു: ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കഴിയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കരയുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ ദുഃഖിച്ചു കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. ഇന്നത്തെ ദരിദ്രർ നാളത്തെ സമ്പന്നനാകുന്നത് പോലെ ഇന്നത്തെ ധനികൻ നാളത്തെ ദരിദ്രനുമാകാം എന്ന യേശുവിന്റെ കാഴ്ചപ്പാട്. തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാരുമൊത്ത് യേശു മലയിൽ നിന്നിറങ്ങി താഴ്വാരത്തെത്തി. അവിടെയുണ്ടായിരുന്ന വിശാലമായ സമതലത്തിൽ യേശു സന്നിഹിതനായി എന്ന് അറിഞ്ഞതോടുകൂടെ സമീപവാസികളും വിദൂരവാസികളുമായിട്ടുള്ള ജനങ്ങൾ യേശുവിനെ കാണുന്നതിനും യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടുന്നതിനും മറ്റുമായിട്ട് കൂടിക്കൂടിയത് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. അവരിൽ ബഹുഭൂരിപക്ഷവും പാവപ്പെട്ട ഗ്രാമവാസികളായിരുന്നു എന്ന് വേണം കരുതാൻ. യേശു സുഖക്കേടുകാരെ സുഖപ്പെടുത്തുകയും വിഷമിക്കുന്നവരെ സാന്ത്വനപ്പെടുത്തുകയും വളരെ ഫലപ്രദമായ രീതിയിൽ അവരുടെ ഇടയിൽ പ്രവർത്തിക്കാനിടവരുന്നു. അങ്ങനെ ജനങ്ങളുടെ ബാഹുല്യം കണ്ടപ്പോൾ യേശു അവരെ ആ മൈതാനത്ത് ഇരിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യുന്നു. തുടർന്ന് ആ മഹാജനാവലിയോട് യേശു തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുവാൻ ആ അവസരം വിനിയോഗിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്ക സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന പേരിൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. യേശു ആ പാവപ്പെട്ട ജനങ്ങളോടായിട്ട് പറയുന്നു, തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ച് ജീവിതത്തിൽ ഭാഗ്യമുള്ളവര് ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരും രോഗങ്ങളാൽ വിഷമിക്കുന്നവരും ഒക്കെയാണ് എന്ന സത്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് യേശു. അല്പം ക്ഷമിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ജീവിതത്തിലുള്ള വിഷമങ്ങൾ സഹിക്കാനുള്ള സന്നദ്ധത നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ, അല്പം സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അല്പം കാരുണ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, സഹാനുഭൂതി നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തുന്നതിനു വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ ഉതകും. അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ യേശു അവരെ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെതായിട്ടുള്ള തനിമയാർന്ന പഠന രീതി പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു എന്ന് പറയേണ്ടതില്ല. കാരണം അവര് പലരും, മഹാഭൂരിപക്ഷം പേരും ദരിദ്രരാണ്, ഓരോ തരത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരാണ്. അവരെ നോക്കിയാണ് യേശു പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇന്നത്തെ പാവപ്പെട്ടവരായ നിങ്ങൾ നാളെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് സമ്പന്നരാകും. ഇന്ന് ദുഃഖിക്കുന്നവരായ നിങ്ങൾ നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനുള്ള അവസരമുണ്ടാകുമെന്നാണ് അവരോട് പറയുന്നത്. അതേ അവസരത്തിൽ തന്നെ യേശു അവരെ ഓർമ്മിപ്പിക്കാൻ മറന്നില്ല. ജീവിതത്തിൽ എല്ലാവിധ സുഖസന്തോഷങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ ഇടവരുന്ന ആളുകൾക്ക് ദുരിതമായിരിക്കാം ഭാവിയിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് അഹങ്കരിക്കേണ്ടതില്ല.
സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്റെ പ്രബോധനം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുകയാണ്. കാരണം ഇന്നത്തെ സമ്പന്നൻ നാളെ ദരിദ്രവാസിയായിട്ട് തീരാം. ഇന്നത്തെ ദരിദ്രവാസി നാളെ മഹാസമ്പന്നനായിട്ട് തീരാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങള് ആയിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കി ത്യാഗമനസ്സോടുകൂടെ, സഹനബുദ്ധിയോടുകൂടെ, പ്രതിബദ്ധതയോടുകൂടെ അവയെ നേരിടുന്നതിനുള്ള മനസ്സിന്റെ ഒരുക്കമാണ് നിങ്ങളിൽ വേണ്ടത്. അല്ലാതെ ജീവിതത്തിലെ ഉണ്ടായ വിഷമങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാനുള്ള പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത്. അത് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുന്നതിന് ഉപകരിക്കും എന്ന യേശുവിന്റെ ദർശനം ആ പാവപ്പെട്ട മഹാജനാവലിയോട് യേശു പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.